ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാണ്, നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് നമ്മുടെ ഈ ചിക്കൻ റെസിപ്പി തയ്യാറാക്കുന്നത് നമ്മുടെ കിച്ചണിലെ പുതിയ അതിഥിക്കൊപ്പമാണ്. ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഇതുപോലെ ഒരു ഇലക്ട്രിക് കുക്കർ. അപ്പോൾ ഇപ്പോഴാണ് അത് വാങ്ങാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒത്തു വന്നിട്ടുള്ളത്. ഇത് ജി ക്രോബോ കുക്കിൻ്റെതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കുക്കറാണിത്. അതിൻ്റെ പേരിലാണ് ഞാനിത് വാങ്ങിയത്. കുറച്ച് ദിവസമായി ഞാനിത് വാങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ 2-3 റെസിപ്പി ഞാൻ ട്രൈ ചെയ്തു. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇതിൻ്റെ ഫുൾ കൺട്രോൾ പാനലും ഇതാണ്. ഇതിൽ തന്നെയാണ് ഈ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കറി വേണമെന്നുണ്ടെങ്കിലും, ദാൽ കറി വേണമെന്നുണ്ടെങ്കിലോ സാമ്പാർ വേണമെന്നുണ്ടെങ്കിലോ അങ്ങനെ കുറച്ച് ഓപ്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാത്രം മതിയാവും. അത്രയും സമയം കൊണ്ട് 1 മിനിറ്റ് സമയം കാണിക്കും. ആ സമയത്തിനുള്ളിൽ അത് നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും. അതല്ലാതെ തന്നെ നമുക്കിതിൽ മാനുവലായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം മാത്രം വെച്ചിട്ട് അത് കുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പ്രൈസും എല്ലാം ഞാൻ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അല്ലാതെ തന്നെ ഞാൻ എന്നിട്ട് കമൻസിൽ പിൻ ചെയ്തും വെച്ചിരിക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ കുക്കർ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സോട്ട് ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. അതാണ് നമ്മൾ വഴറ്റി എടുക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഇടണം എന്ന് ആവശ്യമില്ല. സാധാരണ നമുക്ക് ഹീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് തന്നെ കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 പീസ് അളവിൽ കറുവാപ്പട്ട, 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു തക്കോലം, ഒരു 3 ഏലയ്ക്ക, ഒരു 3-4 ഗ്രാമ്പു. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് കൂടിയാണ്. സവാളയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിൽ, ലൈറ്റായിട്ട് ഗോൾഡൻ കളറിൽ വരുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി, അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവൊന്ന് കുറച്ചാൽ മാത്രം മതിയാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 തക്കാളി കൂടിയാണ്. ആ 2 തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടണം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കറി വയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ കറിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ചു വെക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ ഓപ്പണിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ആരോ കാണും. അവിടെ വേണം നമ്മൾ ഈ അടപ്പ് വെക്കാനായിട്ട്. അതിനുശേഷം പുറകിലേക്ക് തിരിച്ചാൽ മാത്രം മതിയാവും. അത് നന്നായിട്ട് ക്ലോസ് ആയിക്കോളും. നമുക്ക് പിന്നെ എത്ര ടൈമാണോ വേണ്ടത്, നമ്മുടെ ചിക്കൻ വേകാനായിട്ട് എത്ര ടൈമാണോ വേണ്ടത് ആ ടൈം മാത്രം ഒന്ന് സെറ്റ് ചെയ്താൽ മതിയാവും. നമ്മുടെ ചിക്കൻ വേകാനുള്ള ആ ടൈം കൊടുക്കുമ്പോഴത്തേക്കും ഒരു 20 മിനിറ്റാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ അത്രയും വെക്കുന്നില്ല, ഒരു 15 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ അത് ഉടൻ തന്നെ നമുക്കത് ലോ ചെയ്ത് കുറച്ചൊന്ന് കൊടുത്താൽ മതിയാവും. 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കഴിയുമ്പോഴത്തേക്കും ഒരു ബീപ്പ് സൗണ്ടോട് കൂടി നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇതിലൂടെ ഇപ്പോൾ കാണിക്കുന്ന ആ ഡിജിറ്റൽ വന്നിട്ട് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്താണ് കാണിക്കുന്നത്. അത് നമ്മുടെ ക്യാമറയിലൂടെ കാണുമ്പോഴാണ് അങ്ങനെ കാണുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ നല്ല സ്റ്റഡി ആയിട്ട് തന്നെയാണ് ഉള്ളത്.
ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ബീപ്പ് സൗണ്ടും കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഇപ്പോൾ പ്രഷറുണ്ട്, അത് നമുക്ക് റിലീസ് ചെയ്യാനുള്ള പ്രഷർ റിലീസ് ബട്ടണും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ കുക്കറിലുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, വിസിലുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കാം. അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ പ്രഷർ കംപ്ലീറ്റ് ആയി പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അതല്ല ഇപ്പോൾ തന്നെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വിടുകയാണ്. ഇതിനുള്ളിലെ കംപ്ലീറ്റ് പ്രഷർ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറി എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തു അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒട്ടും പറ്റിയിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് നല്ലതുപോലെ കട്ടിയായിട്ട് നമുക്ക് കറി കിട്ടിയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊരു ചിക്കൻ കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നമ്മുടെ ഈ ചിക്കൻ കറി വെക്കാനായിട്ട് ഇതുപോലെ ഇലക്ട്രിക് കുക്കർ തന്നെ വേണമെന്നില്ല. നമ്മുടെ സാധാരണ കുക്കറിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മളിതിൻ്റെ റിവ്യൂവും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണേ. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.